ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ 2-3 ദിവസമായിട്ട് വളരെ സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് കേട്ടോ. ഈ 2-3 ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ കമൻസ് കാണും, അതിന് ഒരു റിപ്ലൈ തരും എന്നൊഴിച്ചാൽ സോഷ്യൽ മീഡിയ തുറക്കാനോ വീഡിയോസ് കാണാനോ ഒന്നും തോന്നാത്ത ഒരു മാനസിക അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ടർ ഷാഫി സാറ് ഇന്ന് മരണപ്പെട്ടേക്കാണ്. അപ്പോൾ സാറിൻ്റെ ഓരോ അവസ്ഥയും 2-3 ദിവസം മുമ്പ് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ തൊട്ട് ഉള്ള ഓരോ അവസ്ഥയും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ വെന്റിലേറ്ററിലാണ്, മിനിഞ്ഞാന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, ഇപ്പം ഹാർട്ട് ബീറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസ് ഇങ്ങനെ അറിഞ്ഞ് 1% എങ്കിലും സാധ്യതയുണ്ടെങ്കിൽ സാറ് തിരിച്ചു വരണേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയങ്ങളാണ്. കാര്യം അത്ര നല്ലൊരു മനുഷ്യനാണ്. ഞാൻ കണ്ടേക്കുന്ന നല്ല മനുഷ്യരിൽ, വിരളം നല്ല മനുഷ്യരിൽ ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ആളാണ്. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു സംസാരിക്കുമ്പോഴും അതുപോലെ ചിരിയും, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. ആ സംസാരവും ആ ചിരിയും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഷാഫി സാറ്. എനിക്ക് വളരെയധികം ഫീൽ ചെയ്ത ഒരു സംഭവമാണ്. സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ. ഇന്നലെ രാത്രിയിൽ 12:30 ആയപ്പോൾ തന്നെ അറിഞ്ഞു സാർ ഇല്ല, സാർ പോയി എന്നുള്ളത്. ഞാൻ തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയായിരുന്നു, ഹാർട്ട് ബീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ അത് അറിഞ്ഞ ശേഷവും വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അധികം വീഡിയോസിലേക്കൊന്നും നോക്കാനായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് കുറേ കമൻസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറേ പേര് ഈ ഒരു സിറ്റുവേഷനിൽ പറയണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ മറുപടി അപ്പം കൊടുക്കേണ്ടതിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും അല്ലാതായി പോവില്ലേ. അതുകൊണ്ട് മാത്രം പറയാണ്. ആരോ റാണിയക്കാനെ കണ്ടുപിടിച്ചു, അവരുടെ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുകയും അതിന് താഴെ കുറേ വെല്ലുവിളികളും കമൻസും ആരവങ്ങളും, തെരുവ് നായ്ക്കളുടെ ആഘോഷം. ഞാൻ അങ്ങോട്ട് മിനിയക്ക ഓടിത്തുടങ്ങി, മിനിയക്ക അങ്ങനെ ഇങ്ങനെ, ദേ അടുത്ത് മിനിയക്ക ഇടുന്ന, അന്നേരത്തേന് മുതലാളി അടുത്ത് മിനിയക്ക ഇടുന്ന വീഡിയോ ഇങ്ങനെയായിരിക്കും, അപ്പൂച്ചനെ കണ്ടപ്പോൾ അപ്പൂച്ചൻ എത്തി എന്നൊക്കെ പറഞ്ഞായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ തമ്മനയിൽ തന്നെയായിരിക്കും ഞാൻ ഇടുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കടുകിനകത്തൊന്നും അല്ലടോ കയറിയിരിക്കുന്നത്. എപ്പോഴാണെങ്കിലും ആർക്കും ഈ ലോകത്ത് മനുഷ്യരെല്ലാം, ഭൂമി തന്നെ ഉരുണ്ടതാണ്, ആർക്കും ആരെയും എപ്പോഴും കണ്ടെത്താം, എങ്ങനെയും കണ്ടുപിടിക്കാം. ഞാനായിട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് എൻ്റെ ഐഡൻറ്റിറ്റി ഞാനായിട്ട് അങ്ങോട്ട് അഡ്രസ്സ് തന്നിട്ട് നിന്നെ വിളിച്ചു വരുത്തിയാൽ ഒരു ബലമുണ്ടാവില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും. നീ തന്നെ വരുമ്പോഴാണ് ബാക്കി ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ടാവുള്ളൂ. അതിൻ്റെ താഴെ നീ എഴുതിയേക്കുന്നത് ഞാൻ കണ്ടു, ഇത് മിനിയും ഇത്രയേ ഉള്ളൂ, റാണിയെപ്പോലെ കണ്ടുപിടിക്കുന്നവരെയുള്ള ഇത് എന്താ ആർജവും ഒക്കെ ഉള്ളൂ, അത് കഴിയുമ്പോൾ ഇതാണ്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മുട്ട് കൂട്ടിയിടിച്ചിട്ട് ഞാൻ വീട്ടിലിരിക്കാനായിട്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ അമ്മയും പെങ്ങളെയും പോലെ മിണ്ടാതിരിക്കുന്ന ആളാണ് ഞാനും എന്നാണോ വിചാരിച്ച്? അവരെ പേടിപ്പിച്ച് ഒരു മൂലയിൽ ചുരുട്ടിക്കൂട്ടി അങ്ങനെ ഇരുത്തിയേക്കുന്ന പോലെയാണ് ഈ പൊതുസമൂഹം ഒക്കെ എന്നാണോ നീ വിചാരിച്ചത്? സോഷ്യൽ മീഡിയയിൽ ഒരാളെ പറ്റിയിട്ട് നിരന്തരം പറയുമ്പോൾ ഒരാളെ കണ്ടുപിടിക്കാനും അവരെവിടെയാണെന്ന് അറിയാനും അവരെ തേടിയെത്താനും ഒന്നും ആർക്കും സാധിക്കുന്ന കാര്യമാണ്. അതിന് വളരെ ഹൈലൈറ്റ് ചെയ്ത് ദീപ്തി ചെയ്ത വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നത് നിയമപരമായിട്ട് പോകും, പോലീസ് ഓഫീസറെയും കൊണ്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ റാണിയുടെ വീട്ടിൽ പോയി അവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ഞാൻ ന്യായീകരിക്കുന്ന ഒരു സ്ത്രീ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്ത പ്രവൃത്തികൾക്ക് എഗെയിൻസ്റ്റ് സംസാരിച്ച ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇവർ ചെയ്തത് എന്താണ്? നല്ല ഒന്നാം തരം നിയമം പഠിക്കുന്ന, ലോ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ചെയ്തത് എന്താണ്? ഈ ഒരു വീട്ടിലേക്ക് അവരുടെ സമ്മതമില്ലാതെ, ഇനി അവരെന്തും എങ്ങനെയും ആയിക്കോട്ടെ, നമ്മുടെ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനാണ്? അവരുടെ അനുവാദമില്ലാതെ ഒരു പെൺകുട്ടി തന്നെയുള്ള ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് അവിടുത്തെ വീഡിയോ എടുത്തിട്ട് ആ വീടും പരിസരവും എല്ലാം കാണിച്ചിട്ട്, ആ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിമിനൽസ് ഉണ്ടാവാം, പലവിധ ആളുകൾ ഉണ്ടാവാം അല്ലേ, എല്ലാവരിലേക്കും എത്തുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സ്ത്രീ എന്തോ ജോലിക്ക് പോവാം, പലചരക്ക് കടയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനത് മുഴുവൻ കണ്ടില്ല കേട്ടോ. കാര്യം എൻ്റെ സിറ്റുവേഷൻ വേറൊരു അവസ്ഥയാണ്. ഇന്നൊക്കെ ശരിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് മുഴുവൻ കണ്ടിട്ടില്ല. എനിക്ക് കിട്ടിയ കമൻറ്റുകളിൽ നിന്നുമൊക്കെ കിട്ടിയ കാര്യം അങ്ങനെയാണ്. അവർ വേറെ എവിടെ ജോലിക്ക് പോവാണ്. എന്ത് തന്നെയായാലും ആ കുട്ടിയുടെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. ആ കുട്ടി അവിടെ ഉറങ്ങുമായിരുന്നെന്ന് എന്തോ പറയുന്നുണ്ട്. ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സംഭവം പാസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.
എല്ലാവരിലേക്കും പാസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് വീട്ടിൽ നിറയെ ആളുകളുണ്ടെങ്കിൽ പോലും കുട്ടികൾ സുരക്ഷിതമല്ലാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവനിങ്ങനെ വലിയൊരു ക്രൈം ചെയ്തേക്കുന്നത്. അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ ഡീറ്റെയിൽസും, അവരുടെ സ്ഥലവും, അവരുടെ വീടും പരിസരവും സഹിതം ആ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ള കാര്യം മിക്കവാറും അമ്മ ജോലിക്ക് പോവാണെങ്കിൽ ആ കുട്ടി മിക്കവാറും സമയത്ത് ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, ഒറ്റയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളല്ലോ. അപ്പോൾ എല്ലാം റിവീൽ ചെയ്തിട്ട് ഒട്ടും സുരക്ഷിതയല്ലാത്ത ഒരവസ്ഥയിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് എത്തിച്ചേക്കുകയാണ്. അതിൻ്റെ അമ്മയാണ് കുറ്റം ചെയ്തത് അല്ലേ? ശിക്ഷിക്കപ്പെടേണ്ടത് അമ്മയാണ്. അതിന് ഈ നാട്ടിൽ നിയമമുണ്ട്, കോടതിയുണ്ട്, ഒക്കെയുണ്ട്. ഇതിനൊന്നും പോകാതെ, ഇതിനൊന്നും നിൽക്കാതെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ചെന്നേക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതിക്കൊക്കെ എന്ത് വാല്യൂ ആണുള്ളത്? ഇതിൽ ക്രൈം എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയോ ആളുകൾ ഇത് കണ്ട് തക്കം പാർത്തിരിക്കുന്നവരുണ്ടാവാം. ഒരാക്രമണം ഉണ്ടാകാൻ അല്ലെങ്കിൽ അവിടെ അന്വേഷിച്ച് ചെല്ലാൻ ആ പെൺകുട്ടി അവിടെ ഇനി ഒരിക്കലും സേഫ് അല്ല, സുരക്ഷിതയല്ല. അതിൻ്റെ ഒരേ ഒരു കാരണം ഇവൻ മാത്രമാണ്. ആ കുട്ടി എന്ത് തെറ്റാണ് ഇവനോട് ചെയ്തത്? ഫേസ് കാണിച്ചിട്ടില്ല സത്യം, പക്ഷേ ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ദാ വീടും പരിസരവും എല്ലാം ഇത് പെൺകുട്ടിയുടെ സൗണ്ടുമുണ്ട്. ആളുകൾക്കറിയാം അവിടെ ഒരു പെൺകുട്ടിയാണ് ഉള്ളത് എന്നുള്ളത്. അതിലും കൂടുതൽ പ്രൂഫൊന്നും വേണ്ട. അതിട്ട് കൊടുത്തേക്കുന്നത് ഈ നിയമം പഠിക്കുന്ന ഈ വിഡ്ഢികളാണ്. ഈ ഒരു ലെവലേശം ബോധമില്ലാത്ത ഒരു സാധനമാണ് കൂടെ പോയത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കിടന്ന് അലമുറയിടുന്ന വിളിച്ചു പോകുന്ന ആളുകളിൽ ഒരാളിലും ഞാൻ കണ്ടില്ല ഒരല്പം ബുദ്ധി, അല്ലെങ്കിൽ ചെയ്തത് ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് ഒരാളിലും ഞാൻ കണ്ടില്ല. അതേപോലെ എന്നെ വെല്ലുവിളി തന്നെ. ഗോത്ര ക്രൈം ചെയ്തിട്ടിരിക്കുന്ന ആളാണ് ഞാൻ, 4 പേരെ കൊന്നിട്ട് ഇരിക്കുന്ന ആള് എന്ന രീതിയിലാണ് ഇവൻ എല്ലായിടത്തും പ്രഖ്യാപിക്കുന്നത്. ഞാൻ ചെയ്ത ആ വലിയ കുറ്റം എന്താണെന്നറിയാവോ? നിരന്തരം സോഷ്യൽ മീഡിയയുടെ അമ്മയും പെങ്ങളെയും വിറ്റ് തിന്ന് ജീവിക്കുന്ന ഒരു നരഭോജിയെ പൊതുജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഒരുപാട് ആളുകൾ തിരിച്ചറിഞ്ഞു ഈ ജന്തുവിനെ, ഇവനെയും ഇവളെയും. ഇപ്പോൾ ജാങ്കോ സ്പേസിലെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിന് താഴെയും കാണാം. അത് അവർ തന്നെ ഇടുന്നില്ല എന്ന് 100% തീരുമാനിച്ചിരുന്ന കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇടില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ടൈം നിങ്ങൾക്കറിയാവോ? ഇത്രയും താമസിക്കുന്ന ഫസ്റ്റ് എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിന് വേണ്ടി ഇത്രയും ലേറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പം തന്നെ എടുത്തു വെച്ചേക്കുന്നതാണ്. അവർക്ക് ഇടാവുന്നതേ ഉള്ളൂ. അവരും കണ്ടതാണ്, ഇതിന് താഴെ വന്ന കമൻറ്റും സംഭവങ്ങളും ഒക്കെ കണ്ടതാണ്. പക്ഷെ ഇവൻ തന്നെ വീണ്ടും അവരെ ഫോഴ്സ്ഫുള്ളി ചെയ്യിച്ചത് തന്നെ ആവാം. 100% അങ്ങനെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. എന്ത് തന്നെയാണേലും അത് നല്ല കാര്യമായി. അതിൻ്റെ താഴെയും വന്നേക്കുന്ന കമൻസ് കണ്ടാൽ വയറ് നിറയും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ടും സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ, ഞാൻ ഇത്രയും അധികം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്നും നിലകൊള്ളുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും എങ്ങനെയൊക്കെ വന്നാലും പേടിച്ച് അവസാനിപ്പിച്ചിട്ട് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന പരിപാടിയേ ഇല്ല. അത് നീ എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നീ ചെയ്യ്. അതിൻ്റെ ബാക്കി അതിൻ്റെ ഇരട്ടി ഫോഴ്സോടെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത്ര തന്നെയേ ഉള്ളൂ. മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് പറയുന്നതെങ്കിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റും. എല്ലാവിധ സാമൂഹിക പിന്തുണയും ഇവനുണ്ടാകും. പക്ഷെ ഈ ഒരു യോഗ്യതയും ഇല്ലാത്ത 2 സാധനങ്ങൾ, ഇവൻ്റെ അമ്മയും പെങ്ങളെയും വിൽക്കുന്നു, ഹസ്ബൻഡിൻ്റെ പെങ്ങളെയും അമ്മയെയും നിരന്തരം വിറ്റ് തിന്ന് ജീവിക്കുന്ന വേറൊരുത്തി. 2 പേരും കൂടിയാണ് നാട്ടുകാരെ നന്നാക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എനിക്ക് തലവേദന എടുത്തിട്ട് തല പൊങ്ങുന്നുണ്ടായില്ല. നിങ്ങൾ ഇടുന്ന കമൻസ് കണ്ടിട്ടാണ് ഞാനിത് ഈ വീഡിയോ നോക്കാൻ പോയിട്ട്. ആ വീഡിയോ പോലും ഞാൻ പൂർണ്ണമായിട്ടും കണ്ടില്ല. ചില ഭാഗങ്ങൾ കണ്ടു. കമൻറ്റ് ബോക്സിലാണല്ലോ കുറേയും പരിപാടിയൊക്കെ നടക്കുന്നത്. ജാങ്കോ ഞാൻ പെടില്ല, ഒരിക്കലും ഞാൻ പെടില്ല, പെടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. ജാങ്കോ ഞാൻ പെട്ടു എന്നും പറഞ്ഞ് മിനി ഓട്ടമാണ്. മിനി ഓട്ടമാണ്. XXL എന്നൊക്കെ ആരാണ്ട് പറയുന്നത് കേട്ടു. XXL മിനി ആയിരിക്കും ഓടുന്നത്. അടുത്ത് തന്നെ മുഴുപ്പേലമ്മച്ചി ഓടേണ്ടി വരും. ഇനിയിപ്പം നനഞ്ഞിറങ്ങിയാൽ കുളിച്ചങ്ങ് കയറാമല്ലോ. അപ്പോൾ പിന്നെ അത് തന്നെ അങ്ങനെ മുന്നോട്ട് പോട്ടെ. മിനി ഒരിടത്തും ഓടത്തില്ല. ഇവന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിനക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം നീ നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ എക്സ്ട്രീം നീ ബാക്കി നോക്കാനായിട്ട് ഞാനുണ്ട്.
എനിക്കറിയാം ബാക്കി എന്താണ് ചെയ്യേണ്ടത്. അല്ലാതെ നീ കുന്തവും എടുത്ത് കുട്ടൂസിനെ ഡാഗിനിയും കൂടെ ലോകം കറങ്ങുന്ന പോലെ ഉലകം കറങ്ങുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇതിനും എല്ലാത്തിനും അതിൻ്റെതായ വശങ്ങളുണ്ട്. കളിക്കുന്നതിനെല്ലാം കടിക്കാൻ നിൽക്കേണ്ട. കഴിഞ്ഞ ദിവസം ആ ജാങ്കോ സ്പേസിൽ ഇൻ്റർവ്യൂ കണ്ട് ഞാൻ ഓർത്തു, ഈശ്വര, ഒരുപാട് ആളുകൾ തിരിച്ചറിഞ്ഞല്ലോ എത്ര ജനമാണ് ഇവനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവരെ പോലെ പൈശാചികമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഇവൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത്, ഇപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ആ രീതിയിൽ വീട്ടുകാരെ കൊന്നിട്ടാണെങ്കിലും ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഇവൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുകയുള്ളൂ. കാര്യം അതുപോലെയാണ്. അതുപോലെ സ്വന്തം ബ്ലഡിനെ, സ്വന്തം കൂടപ്പിറപ്പിനെ, അമ്മയും ഇങ്ങനെ വിറ്റ് തിന്നാം, ഇങ്ങനെ ആക്ഷേപിക്കാം, ഇങ്ങനെ തേജോവധം ചെയ്യാം എന്ന് വിളിച്ചു പറയുന്ന ഒരുത്തനെ ഇപ്പോഴും ആ ഒരു വിഷയം പറയുമ്പോൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ളവർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു പറ്റം എങ്ങനെയൊക്കെ കളിച്ചാലും നന്മയെ ജയിക്കുകയുള്ളൂ. ലാസ്റ്റ് നന്മ മാത്രമേ ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് എഴുന്നള്ളിയിട്ട് അങ്ങോട്ട് പോയാൽ പിന്നെ ഞാൻ മുട്ടിടിച്ച് ഇവിടെ അങ്ങോട്ട് ഇരിക്കും, ഞാൻ മിണ്ടത്തേയില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം നീ ചെയ്യടോ. എന്താണ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം നീ ചെയ്യ്. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അത്രയേ ഉള്ളൂ എന്ന് പറയാൻ. ഈ ഒരു അവസ്ഥയിലും ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയുകയാണ്. ഓക്കെ.